ഇത്തവണ മത്സരം ഞങ്ങൾ UDF-ഉം തമ്മിലാണ്. BJP-യോട് പൊതുവെ ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ്. ഒന്ന്, മന്ത്രി മുഹമ്മദ് റിയാസാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ പാലക്കാട് പ്രചരണത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് 3ാം സ്ഥാനമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. ഇത്തവണ പക്ഷേ പ്രചരണമൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ഒരു വലിയ പ്രതീക്ഷ LDF-ന് ഉണ്ടാവാനുള്ള കാരണം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3ാം സ്ഥാനത്തായി. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ ഞങ്ങൾ 1ാം സ്ഥാനത്തായി. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ വേർഷൻ 2 ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഇവിടെ BJP അതുപോലെ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരാണ് പാലക്കാടിന്റെ മണ്ണ്. ഇത്തവണ മത്സരം ഞങ്ങൾ UDF-ഉം തമ്മിലാണ്. BJP-യോട് പൊതുവെ ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പകവീട്ടൽ സമീപനം. ഫണ്ട് തരുന്നില്ല. ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് പോലും കാലണ തന്നില്ല. കുഴൽപ്പണം കയ്യോടെ പിടികൂടിയിട്ട് ED ചോദ്യം ചെയ്യാത്ത പ്രശ്നം വരുന്നു. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. BJP-ക്ക് വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരുൾപ്പെടെ BJP-ക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് കേരളത്തിനെതിരെ വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് കരുതുന്ന സ്ഥിതി വരുന്നു. 2, BJP MLA ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവര് BJP MLA-ക്ക് തുല്യമായിട്ടാണ് കോൺഗ്രസ് MLA-മാർ നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ മുണ്ടുന്നില്ല, നമുക്ക് ഫണ്ട് തരാത്തതിനെതിരെ മുണ്ടുന്നില്ല. ഉറക്കത്ത് പോലും BJP-ക്കെതിരെ പറയാതിരിക്കാൻ ഒരു പ്രത്യേകതരം ഗുളിക കഴിക്കുന്നവരായി കോൺഗ്രസ് നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്തിനാണ് BJP ജയിക്കാതിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു? അത് BJP വിരുദ്ധ രാഷ്ട്രീയം പറയില്ല. BJP MLA ഉണ്ടെങ്കിൽ അതിന് തുല്യമായി BJP വിരുദ്ധ രാഷ്ട്രീയം പറയാത്തവരായി കോൺഗ്രസ് MLA-മാർ മാറുമ്പോൾ പിന്നെ BJP വിരുദ്ധത ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇടതുപക്ഷ MLA ഉണ്ടാകണം എന്ന ചിന്താഗതി വരുന്നു. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിൽ 18,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. അവിടെയും 2ാം സ്ഥാനത്ത് BJP ആണ് ഉള്ളത്. A. വിജയരാഘവനെ പോലുള്ള ഒരു PB അംഗം മത്സരിച്ചിട്ടും ഇത്രയും ഡിഫറൻറ്റ് വന്നു. അപ്പൊ ഈ 18,000 വോട്ടും മറികടക്കാൻ സരിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് കഴിയോ? അല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വ്യത്യസ്ത നിലയിലാണ് വോട്ട് ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ചിന്തിക്കുന്ന പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്. ഇവിടെ ആര് ഭരിച്ചാലാണ് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുക? അത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട്. ഈ കാഴ്ചപ്പാടാണ്. ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു 30-25 സീറ്റല്ലേ കിട്ടുള്ളൂ. പരമാവധി 40 സീറ്റല്ലേ കിട്ടുള്ളൂ. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത നിലയിലാണ് ചിന്തിക്കുക. ഇവിടെ ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ കഴുത്തു ഞെരിച്ച് സാമ്പത്തികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രതിസന്ധിയിലും തുടരുന്നൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്ത് പകരണം. വർഗീയ ധ്രുവീകരണവും കലാപവും ഇല്ലാത്ത ഭൂമിയായി കേരളം നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്ത് പകരണം. ഈ ചിന്താഗതി നല്ലവണ്ണം ഉണ്ട്. ഈ ചിന്താഗതി പാലക്കാടും ചേലക്കരയും ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും. ഇവിടെ ഇപ്പോ ഈ പെട്ടി വിവാദം, അതുപോലെ തന്നെ അന്ന് പാതിരാത്രിക്ക് നടന്ന റെയ്ഡ്, അത് സത്യത്തിൽ LDF-ന് ഒരു തിരിച്ചടിയലുണ്ടാകാറ്. കാരണം A. റഹീം MP-യും VV രാജേഷും ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പെട്ടിയെ കുറിച്ച് പറയുന്നു, പക്ഷെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് UDF-ന് ഒരു മേൽക്കൈ ഉണ്ടാക്കുകയല്ലേ ശരിക്കും ചെയ്തത്? അല്ല, അതിനെക്കുറിച്ചൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഹീമും രാജേഷിന്റെ അടുത്ത് നിന്നുകൊണ്ട് BJP-യും CPM-ഉം തമ്മിൽ ബന്ധമെന്നൊക്കെ പറയുന്നത് എന്ത് അസംബന്ധമാണ്? ഇപ്പോൾ അടുത്ത് BJP സംസ്ഥാന പ്രസിഡന്റും UDF സ്ഥാനാർത്ഥി നിൽക്കുന്ന ഒരു ചിത്രം വന്നല്ലോ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആളുകൾ അടുത്ത് നിൽക്കുന്നു അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ള എല്ലാ വിഷയവും അതിൽ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ നിലപാട് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ നെൽ കർഷകരുടെ പ്രശ്നമാണ് UDF വലിയ തോതിൽ ഉയർത്തുന്നത്. BJP-യും പറയുന്നുണ്ട്. അപ്പൊ ഈ നെൽ കർഷകരുടെ ഇത് ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ, ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു ഭരണത്തിന്റെ വിലയിരുത്തലായി, സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി തെരഞ്ഞെടുപ്പിനെ കാണാൻ പറ്റുമോ? നെൽകർഷകരുടെ വിഷയവും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ LDF-ന് അനുകൂലമാവും. കാരണം കേന്ദ്ര സർക്കാർ ഫണ്ട് തരാത്ത പ്രശ്നം. 1411 കോടി രൂപ തരാണ്ട് ഇന്നലെ ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. ഞാനിന്ന് പത്രം നോക്കിയപ്പോൾ 2 ട്രാക്ടർ, ഒന്ന് UDF-ന്റെ ട്രാക്ടർ, ഒന്ന് BJP-ന്റെ ട്രാക്ടറാണ്. ഈ 2 ട്രാക്ടറും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചത്തേക്ക് ഓടിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഡൽഹിയിലല്ലേ ഓടിക്കേണ്ടത്. ഈ 1411 കോടി രൂപ
തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ ട്രാക്ടർ ഓടിക്കേണ്ടത്? BJP ഓടിക്കൂല എന്ന് മനസ്സിലാക്കുക. UDF ആ ട്രാക്ടർ അങ്ങോട്ട് ഓടിച്ചാലോ? യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടർക്കും കൂടി ഒരു ട്രാക്ടർ മതി, എന്നിട്ട് അതിലെല്ലാവരും കൂടി ഇരുന്നാൽ മതിയായിരുന്നു. അവിടേക്ക് അപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിലൊക്കെ എടുക്കുന്ന തെറ്റായ സമീപനമുണ്ട്. ആ തെറ്റായ സമീപനത്തിനെതിരെ ശബ്ദിക്കാൻ UDF തയ്യാറാകുന്നില്ല. BJPക്കെതിരെയുള്ള ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള വികാരം ഇവിടെ ശക്തമാണ്.